ശബരിമലയിൽ 51 യുവതികൾ ദർശനം നടത്തിയതായി സർക്കാർ സുപ്രീം കോടതിയിൽ അറിയിച്ചിരിക്കുന്നു. ഇതിന്റെ തെളിവുകളടക്കമുള്ള പട്ടികയും സർക്കാർ സുപ്രീം കോടതിയിൽ കൈമാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. ഒപ്പം തന്നെ ശബരിമലയിൽ ദർശനം നടത്തിയ ബിന്ദു, കനകദുർഗ എന്നീ യുവതികൾക്ക് സംരക്ഷണം തുടരാൻ ചീഫ് ജസ്റ്റിസ് ഉത്തരവിട്ടിരിക്കുന്നു. ഇത് സംബന്ധിച്ച വാർത്തകളാണ് വരുന്നത്. ഇപ്പോൾ CS സുജാത നമ്മോടൊപ്പം ടെലിഫോണിൽ ചേരുന്നുണ്ട്. അവരിലേക്ക് തിരികെ എത്താം. ഹരീഷിലേക്ക് ദില്ലിയിൽ നിന്ന്. ഹരീഷ്, നിർണായകമായ സംഭവങ്ങളാണ് സുപ്രീം കോടതിയിൽ ഉണ്ടായത്. എന്തൊക്കെ കാര്യങ്ങളാണ് സർക്കാർ അഭിഭാഷകൻ സൂചിപ്പിച്ചത്? ഒപ്പം തന്നെ ബിന്ദുവിന്റെയും കനകദുർഗയുടെയും അഭിഭാഷകർ എന്തൊക്കെ കാര്യങ്ങളാണ് ചൂണ്ടിക്കാട്ടിയത്? എന്താണ് കോടതിയിൽ സംഭവിച്ചത്? ജോർജറ്റ്, ഇന്നലെ ആയിരുന്നു ഈ വിഷയത്തിൽ കനകദുർഗയും അതുപോലെ തന്നെ ബിന്ദുവും സുപ്രീം കോടതിയെ സമീപിച്ചത്. ഇന്നലെ ചീഫ് ജസ്റ്റിസിന് മുമ്പാകെ തന്നെ ഇന്ദിരാ ജയ്സിംഗ് എന്ന മുതിർന്ന അഭിഭാഷക ഈ വിഷയം ചൂണ്ടിക്കാണിച്ചു, ഇത് മെൻഷൻ ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് ജീവന് ഭീഷണി ഉണ്ടെന്നതിന്റെ വ്യക്തമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഒരുപക്ഷെ സുപ്രീം കോടതി കേസ് ഉടനെ തന്നെ പരിഗണിച്ച് ഇന്നത്തെ കേസ് ഷെഡ്യൂൾ ചെയ്ത്. ഇന്നത്തെ 48ാമത്തെ കേസായിരുന്നു. ശബരിമല റിവ്യൂ പെറ്റീഷൻ, ശബരിമലയുമായി ബന്ധപ്പെട്ട പുനഃപരിശോധനാ ഹർജികളും അതുപോലെ തന്നെ ശബരിമലയിലെ കോടതിയിലെ ഹർജികളുമായി ബന്ധപ്പെട്ട പല ഹർജികളും ഇപ്പോൾ സുപ്രീം കോടതിയെ പരിഗണനയിലുണ്ട്. പക്ഷേ ആ ആവശ്യങ്ങളെല്ലാം തന്നെ ഓരോ ഹർജിക്കാർ ചൂണ്ടിക്കാണിക്കുമ്പോഴും പ്രധാനമായി തന്നെ ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കാറ് ഇപ്പോൾ പരിഗണിക്കേണ്ട സാഹചര്യമില്ല. എല്ലാ കേസും ജനുവരി 22-ാം തീയതി പരിഗണിക്കും. ശബരിമലയുമായി ബന്ധപ്പെട്ട എല്ലാ ഹർജികളും ഒന്നിച്ച് പരിഗണിച്ചാൽ മതി എന്ന് പറഞ്ഞ് അദ്ദേഹം ഡിസ്മിസ് ചെയ്യുന്ന ഒരു ഘട്ടമായിരുന്നു ഉണ്ടായത്. പക്ഷേ കനകദുർഗയുടെയും അതുപോലെ ബിന്ദുവിൻ്റെയും ആവശ്യം മാത്രമാണ് സുപ്രീം കോടതി പെട്ടെന്ന് തന്നെ പരിഗണിക്കുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ പോയത്. കാരണം അതൊരു പക്ഷേ ഇന്ന് ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കിയതുപോലെ ശബരിമലയെ ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും ഞങ്ങൾക്കറിയാമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയത് ഇതിന്റെ അടിസ്ഥാനത്തിലാണെന്ന് നമുക്ക് നിരീക്ഷിക്കേണ്ടിയിരിക്കുന്നു. കാരണം അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നു. അത് ഇങ്ങനെ വ്യക്തമാക്കിയത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അത് തന്നെയാണ്. കാരണം ഈ കനകദുർഗയുടെയും ബിന്ദുവിൻ്റെയും ആവശ്യം പ്രധാനമായി തന്നെ ഇന്നലെ കേസ് മെൻഷൻ ചെയ്തപ്പോൾ തന്നെ ഇന്ന് പരിഗണിക്കെടുക്കുന്ന സാഹചര്യ കാര്യങ്ങൾ പോകുന്നു. കാരണം ഈ സംഘപരിവാർ സംഘടനകൾ ഇവരെ വ്യക്തമായി തന്നെ ആക്രമിക്കാൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചിരുന്നു. ശബരിമല വിഷയത്തിൽ ഈ പറഞ്ഞ കനകദുർഗയും ബിന്ദുവും അല്ല, ബാക്കിയുള്ള എല്ലാ യുവതികളെയും ദർശനം നടത്താൻ ആഗ്രഹിച്ച എല്ലാവരെയും തന്നെയും ആക്രമിക തരത്തിലേക്കാണ് സംഘപരിവാർ സംഘടനകൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പല വ്യക്തികളെയും ഈ പറഞ്ഞ ഈ കേരളത്തിലുള്ള 14 ജില്ലകളിൽ നിന്നും ഓരോ സ്ഥലത്തുമുള്ള ഓരോ അവരുടെ പാർട്ടി സംഘടനാ രീതി വെച്ചുള്ള ശാഖ അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഇത്ര പേർ എന്തായാലും ശബരിമലയിൽ വേണം എന്നുള്ള ആവശ്യങ്ങളെല്ലാം തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇത്ര പേർ സമരം ചെയ്യണമെന്നും ചൂണ്ടിക്കാണിച്ചു. പക്ഷെ അതെല്ലാം തന്നെ നിരോധനാജ്ഞയും അതുപോലെ തന്നെ പോലീസിന്റെയും ശക്തമായ ഇടപെടലോടെ മാത്രം തന്നെയാണ് ഈ മണ്ഡലകാലം ഇത്രയും സുഖമായി തന്നെ മുന്നോട്ട് പോയതെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അതുതന്നെയായിരിക്കും ഒരു പക്ഷേ ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കിയത്. ശബരിമലയിൽ ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും ഞങ്ങൾക്കറിയാമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ചാണ് ഇന്ന് കനകദുർഗയുടെയും അതുപോലെ തന്നെ ഈ ബിന്ദുയുടെയും ഹർജി പരിഗണിച്ചത്. ആ റിട്ട് ഹർജി പരിഗണിച്ചപ്പോൾ തന്നെ അവർ വ്യക്തമാക്കിയിരിക്കുന്നു ഇവർക്ക് സുരക്ഷ നൽകണമെന്ന് ചൂണ്ടിക്കാണിച്ചു. പക്ഷേ അപ്പോൾ തന്നെ കേരള സംസ്ഥാനത്തിനു വേണ്ടി ഹാജരായിരിക്കുന്ന വിജയ് അസാരിയ എന്ന മുതിർന്ന അഭിഭാഷകൻ ചൂണ്ടിക്കാണിച്ചു ഇത്രയും കാലം കനകദുർഗയ്ക്കും അതുപോലെ തന്നെ ബിന്ദുവിന് ഇത്രയും കാലം സുരക്ഷ നൽകിയിട്ടുണ്ട്. കാരണം അവർ ശബരിമല ദർശനം നടത്തിയത് ജനുവരി 2-ാം തീയതിയാണ്. അതിനുശേഷം തന്നെ അവർക്ക് വേണ്ട എല്ലാ സുരക്ഷയും നൽകിയിരുന്നു. അതോടൊപ്പം തന്നെ അവർ കനകദുർഗ കഴിഞ്ഞ ദിവസം തിരിച്ച് വീട്ടിലേക്ക് എത്തുമ്പോൾ തന്നെ വീണ്ടും പുറത്ത് പോലീസിന്റെ കാവലുണ്ടായിരുന്നു. അപ്പോൾ പോലീസ് സുരക്ഷ ശക്തമായി തന്നെ സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം എല്ലാ കാര്യങ്ങളും ശരിയായ രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ടെന്ന് വിജയ് അസാരിയ കോടതിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. ആ സമയത്ത് കോടതി ഉത്തരവിട്ടു അതെല്ലാം തന്നെ ശരി, എന്തായാലും സുപ്രീം കോടതി ഉത്തരവിടുന്നു നിങ്ങൾ ഈ കാര്യങ്ങൾ കൂടുതൽ ശക്തമായി തന്നെ പൂർണ്ണ സംരക്ഷണം നൽകുക എന്ന് ഉത്തരവിട്ടിരിക്കുന്നു. കാരണം സംസ്ഥാന സർക്കാർ ഇപ്പോൾ നൽകുന്ന സംരക്ഷണം വീണ്ടും തുടർന്ന് നൽകും എന്നുള്ള കാര്യം വ്യക്തമായിരിക്കുകയാണ്. പക്ഷേ ബാക്കിയുള്ള ഈ പറഞ്ഞ വിഷയത്തിൽ കനകദുർഗയും ബിന്ദുവും ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന ബാക്കിയുള്ള ആവശ്യങ്ങളൊന്നും തന്നെ സുപ്രീം കോടതി പരിഗണിച്ചിട്ടില്ല. ആ കാര്യങ്ങളെല്ലാം തന്നെ സുപ്രീം കോടതിക്ക് അറിയാമെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ ഒരു നിരീക്ഷണമാണ് ചീഫ് ജസ്റ്റിസ് നടത്തിയത്. ബാക്കിയുള്ള പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ നമ്മൾ എടുത്തു പറയേണ്ടിയിരിക്കുന്നത് തന്ത്രി കണ്ഠര രാജീവരെ ഈ വിഷയത്തിൽ ജനുവരി 2-ാം തീയതിക്ക് ശേഷം ജനുവരി 2-ാം തീയതി ഇവർ ദർശനം നടത്തി തൊട്ടുപിറകെ തന്നെ നട അടയ്ക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. നട അടച്ചതിന് ശേഷം തന്നെ അവിടെ ശുദ്ധിക്രിയ നടത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇത് ഒരു ശരിയായ നടപടിയല്ല, ഇത് ഭരണഘടനാപരമായി തെറ്റാണെന്ന് കനകദുർഗയും ബിന്ദുവും ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഈ ശുദ്ധിക്രിയ നടത്തിയതോടുകൂടി തന്നെ സ്ത്രീകളുടെ ഒരു അന്തസ്സ് ഇല്ലാതായിരിക്കുന്നു. കാരണം സ്ത്രീയും പുരുഷനും തുല്യരാണ് ഇന്ത്യയിൽ തന്നെ, അല്ലെങ്കിൽ ലോകത്ത് തന്നെ എവിടെയായാലും സ്ത്രീയും പുരുഷനും തുല്യനാണ്. പക്ഷേ ഇവിടെ ഈ ഒരു ഇങ്ങനെ നടപടി സ്വീകരിച്ചതോടുകൂടി സ്ത്രീ ഒരു താന്ന ഒരു ഘട്ടത്തിലേക്ക് പോയി എന്നാണ് ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചത്. അത് അന്തസ്സില്ല എന്നാണ് അതിൽ തന്നെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ആ കാര്യവും സുപ്രീം കോടതി പരിഗണിച്ചില്ല. അതെല്ലാം തന്നെ കാരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട ബാക്കിയുള്ള ഹർജികളെല്ലാം തന്നെ സുപ്രീം കോടതിയെ പരിഗണന ഇപ്പോൾ തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ
ബിന്ദുവിനും കനകദുർഗയ്ക്കും സംരക്ഷണം നൽകുക എന്നാണ് ഉത്തരവാണ് സുപ്രീം കോടതി ഇട്ടിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു സംസ്ഥാന സർക്കാർ 51 പേർ ശബരിമല സന്നിധിയിൽ എത്തി എന്നുള്ള കാര്യം ചൂണ്ടിക്കാണിച്ചത്. സന്നിധാനത്ത് എത്തിയ 51 പേരുടെ പട്ടികയും വിശദമായ വിവരങ്ങളും കോടതിയെ അറിയിച്ചിരിക്കുന്നു. ആ കോടതിയെ അറിയിച്ചിരിക്കുന്നത് നമ്മൾ എടുത്തു പറയേണ്ടിയിരിക്കുന്നത് 51 പേരുടെ PNR നമ്പർ, അതായത് ഈ വെർച്വൽ ക്യൂ മുഖാന്തരം രജിസ്റ്റർ ചെയ്ത PNR നമ്പർ, അതുപോലെ സ്ലോട്ട് നമ്പർ എന്ന് പറയുന്നത് നിലവിൽ അവർ സന്നിധാനത്ത് എത്തി എന്നതിനുള്ള ദൃശ്യങ്ങളുടെ പകർപ്പാണ് സ്ലോട്ട് നമ്പർ എന്ന് പറയുന്നത്. ആ സ്ലോട്ട് നമ്പർ, അതിനു പുറമെ തന്നെ അവരുടെ ആധാർ നമ്പർ, അതുപോലെ തന്നെ അവരുടെ പൂർണ്ണ അഡ്രസ്, അതുപോലെ തന്നെ അവരുടെ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം, അതായത് ഈ പറഞ്ഞ വ്യക്തി ഒന്നാമത്തെ വ്യക്തി എന്ന പത്മാവതി എന്ന വ്യക്തിയാണ്, ആന്ധ്രാപ്രദേശ് സ്വദേശിയാണ് പത്മാവതിയുടെ ഫസ്റ്റ് നെയിം, പത്മാവതി ഭർത്താവിൻ്റെ രണ്ടാമത്തെ പേരും, അങ്ങനെയുള്ള ഫസ്റ്റ് നെയിം സെക്കൻഡ് നെയിം, അങ്ങനെയുള്ള ഘട്ടങ്ങളായി തന്നെ വിശദമായ പട്ടികയാണ് സുപ്രീം കോടതി മുമ്പാകെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. അതോടൊപ്പം തന്നെ വെർച്വൽ ക്യൂ മുഖാന്തരം അല്ലെങ്കിൽ ഡിജിറ്റൽ മെത്തേഡ് ഉപയോഗിച്ച് തന്നെ എല്ലാവരുടെയും ചിത്രങ്ങൾ ചിത്രീകരിക്കാനുള്ള ക്യാമറ ദൃശ്യങ്ങളുടെ സ്ലോട്ട് നമ്പർ അടക്കമുള്ള ഒരു ദൃശ്യങ്ങളും കോടതിയിൽ തന്നെ സമർപ്പിച്ചിരിക്കുന്നു, കോടതി ശ്രദ്ധയിൽപ്പെടുത്തിയിരിക്കുന്നു. വിജയ് ഹസാരിയാണ് കോടതി എന്തായാലും സംസ്ഥാന സർക്കാരിന് വേണ്ടി കോടതിയിൽ ഹാജരായത്. സ്റ്റാൻഡിംഗ് കൗൺസിലായി വേണ്ട പ്രകാശ് സാറും കൂടെ ഉണ്ടായത്. പ്രകാശ് സാർ വ്യക്തമാക്കിയിരുന്നു, പ്രകാശ് എന്ന അഭിഭാഷകനും വ്യക്തമാക്കിയിരിക്കുന്നു കാര്യങ്ങൾ ഇങ്ങനെയാണ്, നടപടികളാണ് സംസ്ഥാന സർക്കാരിന് വേണ്ടി കോടതിയിൽ ചെയ്തതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ മൂന്നംഗ ബെഞ്ച് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്ക്കൊപ്പം തന്നെ ഉണ്ടായിരുന്നത് നാഗേശ്വർ റാവു, അതോടൊപ്പം തന്നെ ഇന്ന് കർണാടകയിൽ നിന്ന് കർണാടക ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ഈ നിലവിൽ ദിനേശ് മഹേശ്വരി എന്ന അഭിഭാഷകനുമാണ് കോടതിയിലുണ്ട്. അങ്ങനെ മൂന്നംഗ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. ഇന്നാണ് ദിനേശ് മഹേശ്വരി ഇന്ന് രാവിലെ 10:30 ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചിൽ നിന്ന് സത്യപ്രതിജ്ഞ ചെയ്തത്. അതിനുശേഷമാണ് അദ്ദേഹം ആ ബെഞ്ചിൽ തന്നെ ഇരുന്നത്. അതോടൊപ്പം തന്നെ നിലവിൽ തന്നെ ദേവസ്വം ബോർഡിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു, നിലവിൽ തന്നെ നടയടയ്ക്കാൻ വേണ്ടി പോവുകയാണ്, നടയുടെ മണ്ഡലകാലം അവസാനിച്ചു, അതുകൊണ്ട് തന്നെ ഈ കേസ് പെട്ടെന്ന് പരിഗണിക്കേണ്ട സാഹചര്യമില്ലെന്ന് ദേവസ്വം ബോർഡിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ ചൂണ്ടിക്കാണിച്ചിരുന്നു. പക്ഷേ അതെല്ലാം തന്നെ കോടതി വാദം കേൾക്കാതെ തള്ളുന്ന സാഹചര്യത്തിൽ കാര്യങ്ങൾ പോയി. അതിനുശേഷം കോടതി ഇവർക്ക് പ്രൊട്ടക്ഷൻ നൽകാനും സംരക്ഷണം നൽകാനും അതോടൊപ്പം തന്നെ ഈ പറയുന്ന വിഷയങ്ങൾ തന്നെ കോടതി വീണ്ടും പരിഗണിച്ചോളാം, കോടതിക്ക് വ്യക്തമായ ബോധ്യമുണ്ടെന്ന് നിരീക്ഷണവും നടത്തുകയായിരുന്നു. ജോർജറ്റ്. ഹരീഷ്, പുനഃപരിശോധനാ ഹർജികൾ പരിഗണിക്കാനിരിക്കവേ നടപ്പായ ഒരു വിധിയായി മാറിയിരിക്കുകയാണ്. ശബരിമലയിൽ സ്ത്രീകൾ പ്രവേശിച്ചപ്പോൾ തന്നെ ഇത് നിയമപരമായി പുനഃപരിശോധനാ ഹർജികൾ പരിഗണിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള നിയമ തടസ്സങ്ങൾ ഉണ്ടാക്കുമോ? ഏത് വിധമാകും സ്വാധീനം ചെലുത്തുക? നിയമവിദഗ്ധർ ഇത് സംബന്ധിച്ച് എന്താണ് പറയുന്നത്? പുനഃപരിശോധനാ ഹർജികൾ പരിഗണിക്കുന്നത് ജനുവരി 22 ആദ്യമേ വ്യക്തമാക്കിയിരുന്നു. പക്ഷേ എന്തായാലും ഹിന്ദു മൽഹോത്ര അവധിയിലായതിൽ തന്നെ അവർ എന്ന് തിരിച്ചെത്തും, അവർ തിരിച്ചെത്തിയതിനു ശേഷം മാത്രമേ ഭരണഘടനാ ബെഞ്ച് ഇരിക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. ആ 5 അംഗ ബെഞ്ചാണ് ഈ വിഷയം പരിഗണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹിന്ദു മൽഹോത്ര എത്തിയതിനു ശേഷം മാത്രമേ ഈ വിഷയത്തിൽ ഒരു തീരുമാനം വ്യക്തമായി തന്നെ സുപ്രീം കോടതിയുടെ ഭാഗത്തുണ്ടാവുള്ളൂ. പക്ഷേ എന്തായാലും സംസ്ഥാന സർക്കാർ എന്തായാലും ഈ പറയുന്ന പട്ടിക മാത്രം അല്ലെങ്കിൽ ഈ പറയുന്ന തെളിവുകൾ മാത്രം സമർപ്പിച്ചാൽ പോരാ, കൂടുതൽ നല്ല തെളിവ്. കാരണം ഈ വിഷയം നമ്മൾ ശ്രീലങ്കയിൽ നിന്നുള്ള യുവതി ദർശനം നടത്തിയെന്നുള്ള വിഷ്വൽ പീപ്പിൾ TV തന്നെ എക്സ്ക്ലൂസീവായി തന്നെ വാർത്ത പുറത്തുവിട്ടിരുന്നു. ആ പട്ടികയൊന്നും തന്നെ ഇപ്പോൾ ഈ പറഞ്ഞ അവരുടെ പേരൊന്നും തന്നെ ഈ പട്ടികയിൽ വ്യക്തമായി തന്നെ ഇല്ല, അവരുടെ ലിസ്റ്റുകളും ഇല്ല. അതിനു പുറമെ ബിന്ദുവിൻ്റെയും കനകദുർഗയുടെയും പേര് ഈ പട്ടികയിലില്ല. അതുകൊണ്ട് തന്നെ വിശദമായ റിപ്പോർട്ട്, കാരണം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്ന വെർച്വൽ ക്യൂ മുഖാന്തരം 7564 യുവതികൾ ഈ പറഞ്ഞ അയ്യപ്പ ദർശനത്തിനായി ബുക്ക് ചെയ്തു. പക്ഷേ അതിൽ തന്നെ 51 സ്ത്രീകൾക്ക് ദർശനം നടത്താൻ വേണ്ടി സാധിച്ചു എന്നുള്ള തരത്തിലുള്ള ഒരു അറിയിപ്പാണ് സുപ്രീം കോടതിയിൽ തന്നെ അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ആ ലിസ്റ്റും ആ പട്ടികയും ആ റിപ്പോർട്ടും മതിയാകില്ല. കാരണം അതിൽ വ്യക്തമായ റിപ്പോർട്ട് സംസ്ഥാന സർക്കാർ സമർപ്പിക്കേണ്ടി വരും. കാരണം ഈ വെർച്വൽ ക്യൂ മുഖാന്തരം തന്നെ 14 ലക്ഷത്തോളമാണ് വെർച്വൽ ക്യൂ മുഖാന്തരം ബുക്ക് ചെയ്തത്. പക്ഷേ ഈ പറഞ്ഞ ശബരിമല സീസൺ 44 ലക്ഷത്തോളം പേർ ദർശനം നടത്തിയെന്നുള്ള കണക്കുകളും പുറത്തു വന്നിരുന്നു. പക്ഷേ ആ 44 ലക്ഷത്തിൽ തന്നെ എത്ര പേർ യുവതികളുണ്ടായിരുന്നു? 10 വയസ്സിനും 50 വയസ്സിനും ഇവിടെയുള്ള യുവതികളുണ്ടായിരുന്നുള്ള കാര്യം തന്നെ സംസ്ഥാന സർക്കാർ അറിയിക്കേണ്ടി വരും. കാരണം അതിന് വേണ്ട ഒരു സെറ്റപ്പും കാര്യങ്ങളെല്ലാം തന്നെ അതിനുവേണ്ട എല്ലാ തരത്തിലുമുള്ള കാര്യങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടായിരുന്നു. കാരണം എല്ലാ തരത്തിലും 144 നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. അതിനോടൊപ്പം തന്നെ വേണ്ട രീതിയിലുള്ള പോലീസിന്റെ വിന്യാസം ഉണ്ടായിരുന്നു, വേണ്ട രീതിയിൽ തന്നെ ക്യാമറ നിരീക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതിന്റെ വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കണം എന്തായാലും സംസ്ഥാന സർക്കാർ. നിലവിൽ തന്നെ സംസ്ഥാന സർക്കാർ ഇന്ന് അല്ലെങ്കിൽ നാളെയോട് കൂടി തന്നെ വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാനായിരുന്നു തീരുമാനിച്ചത്. പക്ഷേ നിലവിൽ തന്നെ ജനുവരി 22 കോടതി കേസ് പരിഗണിക്കുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ പരിഗണിക്കാൻ തന്നെ 2-3 ദിവസങ്ങൾ മുന്നേ തന്നെയായിരിക്കും ഈ വിഷയത്തിൽ ഒരു റിപ്പോർട്ട് സമർപ്പിക്കുക. സുപ്രീം കോടതിയിൽ നിന്നുള്ള ഹരീഷ് ദില്ലിയിൽ നിന്ന് നൽകിയത്. പട്ടികയ്ക്ക് പിന്നാലെ സർക്കാർ ശബരിമലയിലെ സംഭവങ്ങൾ സംബന്ധിച്ച്, ദർശനം നടത്തിയവരുടെ വിവരങ്ങൾ സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ടുകൾ കൂടി സുപ്രീം കോടതിയിൽ സമർപ്പിക്കുമെന്നുള്ള വിവരങ്ങളാണ് ഹരീഷ് ദില്ലിയിൽ നിന്ന് നൽകുന്നത്.
അനുബന്ധ വാർത്തയിലേക്ക്. ശബരിമലയിൽ 51 യുവതികൾ ദർശനം നടത്തിയതായി സർക്കാർ സുപ്രീം കോടതിയിൽ 51 യുവതികളുടെയും പട്ടികയും ദൃശ്യങ്ങളും സമർപ്പിച്ചു. സർക്കാർ കണക്ക് തെറ്റെന്ന് മറുപക്ഷം ആരോപിക്കുന്നു. ബിന്ദുവിനും കനകദുർഗയ്ക്കും പോലീസ് സംരക്ഷണം തുടരണമെന്നും സുപ്രീം കോടതി ഉത്തരവിട്ടിരിക്കുന്നു. ഇതിനിടെ അഡ്വക്കേറ്റ് ബിന്ദുവും പ്രതികരിച്ചു. കൂടുതൽ സ്ത്രീകൾ ഇനിയും ശബരിമലയിലേക്ക് എത്തുമെന്നാണ് ബിന്ദു പ്രതികരിച്ചത്. 51 പേർ ഓൺലൈൻ സംവിധാനം ഉപയോഗിച്ച് ശബരിമലയിൽ എത്തിയെന്ന് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും പ്രതികരിച്ചു. അതാണ് സുപ്രീം കോടതിയെ അറിയിച്ചത്. പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടവർക്ക് സുരക്ഷ നൽകിയെന്നും മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ഈ വർഷം ഏതാണ്ട് 16 ലക്ഷത്തിലധികം ആളുകളാണ് ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്തിയിട്ടുള്ളത്. 7564 പേര് 10നും 50നും മധ്യേ പ്രായമുള്ളവരാണ്. അതവരുടെ ആധാർ കാർഡിലൂടെയാണ് രജിസ്ട്രേഷൻ സമയത്ത് വ്യക്തമാകുന്നത്. 7564 പേര്. അതിലാണ് 51 പേര് ഓൺലൈൻ സംവിധാനം ഉപയോഗിച്ച് കടന്നുപോയതായിട്ട് മനസ്സിലാക്കുന്നത്. അതാണ് ഗവൺമെൻറ് സുപ്രീം കോടതിയിൽ സമർപ്പിച്ചതായിട്ടുള്ള അഫിഡവിറ്റിനകത്ത് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. പോലീസ് പ്രൊട്ടക്ഷൻ ചോദിച്ചിട്ടുള്ള ആളുകൾക്ക് പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കാനുള്ള ഉത്തരവാദിത്വമുള്ളതുകൊണ്ട് കൊടുത്തിട്ടുണ്ടെന്നുള്ളത് മാത്രമേ ഉള്ളൂ. സുരക്ഷ നൽകണമെന്ന സുപ്രീം കോടതി വിധിയിൽ സന്തോഷമെന്ന് ശബരിമല ദർശനം നടത്തിയ ബിന്ദു. സ്ത്രീകളുടെ അന്തസ് ഉയർത്തുന്ന വിധിയാണ് സുപ്രീം കോടതിയിൽ നിന്നും ഉണ്ടായത്. കൂടുതൽ ആളുകൾ ശബരിമലയിൽ എത്തിയിട്ടുണ്ടാകും എന്ന് തന്നെയാണ് കരുതുന്നത്. ഭയം കാരണമാകും പുറത്തു പറയാത്തതെന്നും ബിന്ദു പ്രതികരിച്ചു. ബിന്ദുവിന്റെ വാക്കുകളിലേക്ക്. ഇപ്പോൾ ഇന്ന് വന്നിട്ടുള്ള സുപ്രീം കോടതി വിധി ഇന്ത്യയിലെ ജനങ്ങളുടെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിക്കുന്ന ഒരു വിധിയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ഇവിടെ കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിൻ്റെ യാഥാർത്ഥ്യം സുപ്രീം കോടതിക്ക് മനസ്സിലായതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇത്തരത്തിലൊരു വിധിയെന്ന് ഞാൻ കരുതുന്നു. അക്രമകാരികളായ ചില ആളുകൾ ഭീഷണിപ്പെടുത്തുകയും തെറി വിളിക്കുകയും നമ്മളെ വളരെ മോശപ്പെട്ട ഒരു ഭാഷ ഉപയോഗിച്ചുകൊണ്ട് അബ്യൂസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇവരുടെ ഈ പ്രവർത്തികൾക്ക് എതിരായിട്ടുള്ള ഒരു വിധിയായിട്ട് കൂടിയാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധിനെ ഞാൻ കണക്കാക്കുന്നത്. എനിക്ക് വീണ്ടും പറയാനുള്ളത്, സുപ്രീം കോടതിയിലുള്ള ഒരു വിശ്വാസത്തെ ഊട്ടിയുറപ്പിക്കുന്നതാണ് ഈ വിധി. ബിന്ദുവിന്റെ വാക്കുകളാണ് കേട്ടത്. തിരികെ എത്താം, ഇടവേള. ശബരിമലയിൽ 51 യുവതികൾ ദർശനം നടത്തിയതായി സർക്കാർ സുപ്രീം കോടതിയിൽ പട്ടിക നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. ശബരിമലയിൽ ദർശനം നടത്തിയ ബിന്ദു, കനകദുർഗ എന്നിവർ സുരക്ഷ ആവശ്യപ്പെട്ട് ശബരിമലയിൽ സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിച്ചിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അടങ്ങിയ 3-അംഗ ബെഞ്ച് ഇന്ന് ഹർജി പരിഗണിക്കുകയായിരുന്നു. ഈ സാഹചര്യത്തിലാണ് സർക്കാർ ശബരിമലയിൽ ദർശനം നടത്തിയ യുവതികളുടെ പട്ടിക കൂടി സുപ്രീം കോടതിയിൽ സമർപ്പിച്ചത്. ആകെ ഈ തീർത്ഥാടന കാലത്ത് 44 ലക്ഷം പേർ ശബരിമലയിൽ ദർശനത്തിന് എത്തി എന്നുള്ള വിവരങ്ങൾ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അറിയിച്ചു. ഇതിൽ 16 ലക്ഷം പേർ ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്തിരുന്നു. 8.2 ലക്ഷം ആളുകൾ ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്തവരിൽ നിന്ന് ശബരിമലയിൽ ദർശനത്തിനെത്തി. ഇതിൽ 7564 യുവതികളാണ് ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്തിരുന്നത്. ഇതിൽ 51 യുവതികൾ ശബരിമലയിൽ എത്തി എന്നുള്ള വിവരങ്ങളാണ്. ഇവരുടെ പട്ടികയാണ് സർക്കാർ സുപ്രീം കോടതിയിൽ ദൃശ്യങ്ങളുടെ തെളിവുകൾ അടക്കം സുപ്രീം കോടതിയിൽ സമർപ്പിച്ചത്. CS സുജാത കൂടി ഒരിക്കൽ കൂടി നമ്മോടൊപ്പം ടെലിഫോണിൽ ചേരുകയാണ്. ശ്രീ CS സുജാത, ഒരുപക്ഷെ നമ്മൾ വലിയ പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ ഈ തീർത്ഥാടന കാലത്ത് കണ്ടു. സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ സ്ത്രീകളെ തടയുന്ന ഒരു സംഘം ആളുകളെ കണ്ടു. ഈ വിധിക്കെതിരെ വനിതകളെ തന്നെ രംഗത്തിറക്കി ചില സംഘടനകൾ പ്രതിഷേധം നടത്തുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് സർക്കാർ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച പട്ടികയിൽ മലയാളികളില്ല, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരുടെ പേര് വിവരങ്ങളാണ് സർക്കാർ ഈ പട്ടികയിൽ ഉള്ളത്. കേരളത്തിൽ വനിതകളെ ഇറക്കി പ്രതിഷേധം നടത്തുമ്പോൾ അന്യ സംസ്ഥാനത്ത് നിന്നുള്ള വനിതകൾക്ക് ഇവിടെ ദർശനം നടത്താനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങി, അല്ലെങ്കിൽ അവർക്ക് യാതൊരു പ്രതിഷേധവും നേരിടേണ്ടി വന്നില്ല. അവിടെ മറ്റു സംസ്ഥാനങ്ങളിൽ കേരളത്തിലേതുപോലെ തടയാൻ ആളുകൾ ഉണ്ടായില്ല എന്ന നിഗമനത്തിലാണോ? എന്താണ് നിരീക്ഷിക്കേണ്ടത്? ഇവിടെ ഇപ്പോ 7000-ത്തിലധികം വരുന്ന സ്ത്രീകളാണല്ലോ ശബരിമലയിൽ പോകാൻ വേണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ പോയിട്ടുള്ള 51 പേരുടെ ലിസ്റ്റാണ് ബഹുമാനപ്പെട്ട ഗവൺമെന്റ് കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും വിശ്വാസികളായിട്ടുള്ള സ്ത്രീകളെ ശബരിമലയിൽ വന്ന് അയ്യപ്പ ദർശനം നടത്തി പോവുകയും ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ കാണേണ്ടത്
ഈ കോടതി വിധി അനുസരിച്ച് സ്ത്രീകൾ ശബരിമലയിൽ കയറാൻ വന്നാൽ അവർക്ക് സംരക്ഷണം കൊടുക്കേണ്ട ഉത്തരവാദിത്തം ഗവൺമെന്റ് ഉണ്ട്. ആ ഉത്തരവാദിത്തം ഗവൺമെന്റ് നിർവഹിച്ചിട്ടുണ്ട്. ഈ കോടതി വിധി വന്ന സന്ദർഭത്തിൽ ഇന്നിപ്പോ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുന്ന BJP ആകട്ടെ കോൺഗ്രസ് ആകട്ടെ ഇവരെല്ലാം തന്നെ ഈ കോടതി വിധിയെ സ്വാഗതം ചെയ്താണ്. ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോഴാണ് നാമജപ ഘോഷയാത്രയുമായിട്ട് കുറച്ച് സ്ത്രീകൾ രംഗപ്രവേശം ചെയ്തപ്പോൾ കിട്ടിയ അവസരമാണ് ഇതൊരു രാഷ്ട്രീയ മുതലെടുപ്പിനായി വിനിയോഗിക്കാൻ, ഗവൺമെന്റിനെ അട്ടിമറിക്കാം എന്ന് കണ്ടിട്ടാണ് കുറെ സ്ത്രീകളെ ഇറക്കിക്കൊണ്ട് പ്രകടനത്തിന് അവർ തുനിയുകയും നമ്മളത് കാണുകയും ചെയ്തതാണ്. പക്ഷെ നമ്മൾ കാണേണ്ടത് ഇതെല്ലാം ആകുമ്പോഴും വിശ്വാസികളായിട്ടുള്ള സ്ത്രീകൾക്ക് അവിടെ പോകാൻ ആഗ്രഹമുണ്ട്. ആ വിശ്വാസികൾ അവിടെ പോയിട്ടുണ്ട്. അവിടെ ഒന്നും സംഭവിച്ചില്ല. ഇപ്പൊ ഈ മണ്ഡലകാലത്ത് ശബരിമലയിൽ വന്ന ലക്ഷക്കണക്കിന് വരുന്ന ഭക്തരുടെ വിവരങ്ങൾ ഇപ്പൊ പുറത്തു വന്നല്ലോ. ആ ഭക്തരൊക്കെ അയ്യപ്പനെ തൊഴുത് സന്തോഷത്തോടെ അവർ മടങ്ങുകയുണ്ടായി. അങ്ങനെ വന്ന കൂട്ടത്തിൽ സ്ത്രീകളും ഉണ്ട്. ആ സ്ത്രീകളും നന്നായി അയ്യപ്പനെ തൊഴുത് കടന്നുപോയിരിക്കുന്നു. ഇവിടെ ആയുധം ഉപയോഗിച്ചുകൊണ്ട് സ്ത്രീകളെ മാറ്റി നിർത്തിയിരുന്നതാണല്ലോ കോടതി ഇപ്പോൾ അസ്ഥിരപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടെ നമ്മൾ കാണേണ്ടത് 400 വർഷം പഴക്കമുണ്ടായിരുന്ന കയറാൻ കഴിയാതിരുന്ന ശനി ശിക്നാപൂർ ക്ഷേത്രത്തിൽ സ്ത്രീകൾ പ്രവേശിച്ചു. അവിടെ BJP ഗവൺമെന്റാണ്. ഗവൺമെന്റ് ഇപ്പോൾ തന്നെ പ്രൊട്ടക്ഷൻ കൊടുത്തു. കാരണം ആ വിധിയെ അവർ അംഗീകരിച്ചു. അവരതിന് അപ്പീൽ പോയില്ല. അവിടെ ഒരു പ്രശ്നവുമില്ല. ശനി ഭഗവാൻ ഒരു കുഴപ്പമില്ല. സ്ത്രീകൾ അവിടെ ഇപ്പോഴും പോകുന്നു, പാലഭിഷേകം നടത്തുന്നു, അവിടെ പോകുന്നു. ഹാജി അലി ദർഗയില് സ്ത്രീകൾക്ക് കയറാൻ അനുവാദം ഉണ്ടായിരുന്നില്ല. അവിടെയും കയറാൻ ഇപ്പോൾ കോടതി അനുവദിക്കുകയും ആ അനുവാദം ഉപയോഗിച്ചുകൊണ്ട് സ്ത്രീകൾ അവിടെ കയറുകയും ചെയ്യുന്നു. 91 മുതൽ വരെ ശബരിമലയിൽ സ്ത്രീകൾ പ്രവേശിച്ചിരുന്നു. 91-ന് ശേഷമാണ് അവിടെ കയറാൻ പാടില്ല എന്നുള്ള കോടതി വിധി വരുന്നത്. ഇപ്പൊ ആ കോടതി വിധിയെ ചോദ്യം ചെയ്തുകൊണ്ട് BJP അനുമാനികളായിട്ടുള്ള ആളുകൾ തന്നെ കോടതിയിൽ പോകുന്നു. കോടതി വിധി നമ്മൾ ഏറെ ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ്. ഈ കോടതി വിധി തീർച്ചയായിട്ടും ഈ കോടതി വിധി അനുസരിച്ച് ഭക്തരായിട്ടുള്ള സ്ത്രീകള് ശബരിമലയിൽ പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. അത് സ്ത്രീകളുടെ അവകാശമാണ്. കാരണം ഭക്തയായ ഒരു സ്ത്രീക്ക് പോകണമെന്നുണ്ടെങ്കിൽ അവളുടെ അവകാശമാണ് അവിടെ പോകേണ്ടത്. ആ അവകാശം നിഷേധിക്കാനുള്ള അധികാരം ഈ ബഹളം വെക്കുന്ന ആർക്കില്ല, ഗവൺമെന്റിനില്ല. അത് കോടതി സുപ്രീം കോടതി വിധി അനുസരിച്ചാണ് അവിടെ പ്രവേശിക്കാൻ സ്ത്രീകൾ കടന്നു ചെന്നിട്ടുള്ളത്. ഇവിടെ ബിന്ദുവിന്റെ കമന്റ് നമ്മൾ കണ്ടു. സ്ത്രീകളെ അപമാനിക്കാനും ആക്ഷേപിക്കാനും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങളെല്ലാം നമ്മൾ കാണുകയുണ്ടായി. പക്ഷെ സുപ്രീം കോടതി ഇതിനടുത്തെടുത്ത ഏറ്റവും ശരിയായിട്ടുള്ള നിലപാട്. സുപ്രീം കോടതിക്ക് ഇങ്ങനെ എടുക്കാൻ കഴിയുള്ളൂ. ഭരണഘടനാ ബെഞ്ച് വിധിച്ച ഒരു കോടതി വിധിയാണ്. 10-12 വർഷം കൊട്ടാരത്തിന്റെയും തന്ത്രിയുടെയും ബഹുമാനപ്പെട്ട NSSന്റെയും സർക്കാരിന്റെയും ദേവസ്വം ബോർഡിന്റെ എല്ലാ വാദം കേട്ടതിന് ശേഷമാണ് ഇങ്ങനെയൊരു ഭരണഘടനാ ബെഞ്ച് ഇങ്ങനെയൊരു വിധി പുറപ്പെടുവിച്ചത്. ആ വിധിക്കെതിരായി തുടക്കത്തിൽ എതിർപ്പില്ലാതിരുന്നു, പിന്നെ എതിർപ്പ് കൊണ്ടുവരുന്നതിന് മറ്റു ചില ഉദ്ദേശമാണ്. ആ ഉദ്ദേശത്തിനകത്തിൽ മഹാഭൂരിപക്ഷം വരുന്ന കേരളത്തിലെ സഹോദരിമാര് വീടില്ല എന്ന് ഉത്തമമായി വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം സ്ത്രീകൾക്ക് അനുകൂലമായിട്ടുള്ള നിയമങ്ങളെല്ലാം വന്ന ഘട്ടത്തിൽ സ്ത്രീകളെ ഉപയോഗിച്ചുകൊണ്ട് അതെല്ലാം തകർക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ നിന്ന് നമ്മൾ ഇവിടെ വരെയൊക്കെ എത്തി. കേരളത്തിലെ സ്ത്രീകൾ ഇന്ത്യയിലെ ഏത് സ്ത്രീകളെക്കായും ഉയർന്നു തന്നെ നിൽക്കുന്നു. അവിടെ നിന്ന് ഇനിയും പിറകോട്ട് കൊണ്ടുപോകാനുള്ള ഇടവന്നുകൂടാ. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഇപ്പൊ നമുക്ക് വളരെ വ്യക്തമായി കാര്യങ്ങൾ കാണാൻ കഴിയുന്നു. ഗവൺമെന്റ് അവിടെ കയറിയിട്ടുള്ള സഹോദരിമാരുടെ വിവരങ്ങൾ കോടതി മുമ്പാകെ സമർപ്പിച്ചിരിക്കുന്നു. കോടതിയും ശരിയായിട്ടുള്ള അഭിപ്രായങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നത്. ഇത് തീർച്ചയായിട്ടും സ്ത്രീകളെ സംബന്ധിച്ച് അഭിമാനിക്കാൻ വക നൽകുന്ന കാര്യമാണ്. കൃത്യമായ നിരീക്ഷണമാണ് താങ്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. കേരളത്തിലെ സ്ത്രീകൾ മാത്രമാണ് ഒരുപക്ഷെ ആക്രമിക്കപ്പെട്ടിട്ടുണ്ടാകുക. മഞ്ജു അടക്കം അല്ലെങ്കിൽ ശ്രമം നടത്തിയ രഹന ഫാത്തിമ അടക്കം ഉള്ള ആളുകൾക്ക്, അതിനപ്പുറത്തേക്ക് അന്യസംസ്ഥാനത്ത് നിന്ന് വന്നവർക്ക് BJPയുടെ ഇരട്ടത്താപ്പ് കൃത്യമായി ബോധ്യമാകുന്ന ചില നിലപാടുകളാണ് ഉണ്ടായത്. തൃപ്തി ദേശായിയെ അവിടെ തടയാൻ ആരും തുനിഞ്ഞില്ല. കേരളത്തിൽ എത്തിയപ്പോഴാണ് അവർക്ക് പ്രതിഷേധങ്ങൾ നേരിടേണ്ടി വന്നത്. മനിതി സംഘവും തമിഴ്നാട്ടിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ അവർക്ക് പ്രതിഷേധങ്ങളൊന്നും ഉണ്ടായില്ല. പമ്പയിൽ എത്തിയ ശേഷമാണ് അവർക്ക് വലിയ പ്രതിഷേധങ്ങൾ, മർദ്ദനങ്ങൾ അടക്കം നേരിടേണ്ടി വന്നത്. BJPയുടെ ഇരട്ടത്താപ്പ് കൃത്യമായി ബോധ്യമാവുന്നുണ്ട്. ഒരു ദേശീയ പാർട്ടിയാണ്, അവിടെയൊക്കെ അവർക്ക് ആളുകളുണ്ട്, അംഗബലമുണ്ട്. അവിടെയൊന്നും തടയാതെ കേരളത്തിലെ രാഷ്ട്രീയ സ്ഥിതി തങ്ങൾക്ക് അനുകൂലമാക്കാനുള്ള രാഷ്ട്രീയ നീക്കം, ശ്രീധരൻപിള്ള പറഞ്ഞതുപോലെ സുവർണാവസരം ഒരുക്കാനുള്ള ആ നീക്കങ്ങൾ, അതിനുള്ള ഒരു തിരിച്ചടി തന്നെയല്ലേ ഈ ഉണ്ടായത്? മറ്റ് അയ്യപ്പ ഭക്തരായ സ്ത്രീകൾ മറ്റു ദേശങ്ങളിൽ നിന്ന് ശബരിമലയിൽ എത്തി മടങ്ങിയത് അവർക്കുള്ള ഒരു തിരിച്ചടി കൂടി തന്നെയല്ലേ? തീർച്ചയായിട്ടും അത് നമുക്കിപ്പോ കാര്യങ്ങൾ വ്യക്തമായല്ലോ. ഇവിടെ നിന്ന് 52 വയസ്സുള്ള ഒരു സഹോദരി ചെന്നപ്പോ തേങ്ങ ഉപയോഗിച്ച് ആ സഹോദരി എറിയുകയും അപമാനിക്കാനും ആക്രമിക്കാനും എല്ലാം
അവർ നടത്തിയ ശ്രമം നമ്മൾ കണ്ടു. സന്നിധാനത്ത് അവർ കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങൾ നമ്മൾ കണ്ടു. അവർക്ക് ഈ സ്ത്രീകൾ പ്രവേശിക്കുന്നതൊന്നും അല്ല പ്രശ്നം. അവർക്ക് പറഞ്ഞല്ലോ, ശ്രീധരൻപിള്ള അദ്ദേഹം പറഞ്ഞ പോലെ സുവർണ അവസരമാണ്. കാരണം കേരളത്തിൽ അവർക്ക് ക്ലച്ച് പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് കേരളത്തിൽ എങ്ങനെയെങ്കിലും അധികാരം നിലനിർത്താൻ വിശ്വാസികളായിട്ടുള്ള കുറച്ചുപേരെങ്കിലും ഉപയോഗിക്കാൻ കഴിയുമോ? അതാണ് BJPയുടെ എല്ലാ പ്രസ്താവനയിലും കാണുന്നില്ലേ വിശ്വാസി അവിശ്വാസിയും തമ്മിലുള്ള തർക്കം. ഇവിടെ ഇവര് വിശ്വാസികളുടെ മുഴുവൻ കുത്തകയെ BJP ഏറ്റെടുക്കേണ്ട ഒരു കാര്യവുമില്ല. ഈ വിശ്വാസികൾ മുഴുവൻ BJPക്കാരല്ല. മഹാഭൂരിപക്ഷം വരുന്ന വിശ്വാസികൾ വോട്ട് ചെയ്തുകൊണ്ടാണ് സഖാവ് പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി. കാരണം വിശ്വാസികൾ ഇടതുപക്ഷത്തോടൊപ്പമാണ്. ഒരു ചെറിയ ന്യൂനപക്ഷത്തെ തുടക്ക സമയത്ത് അവർക്ക് തെറ്റിദ്ധരിപ്പിക്കാൻ കഴിഞ്ഞു. തെറ്റിദ്ധാരണ മാറി കാര്യങ്ങളെല്ലാം നേരെയാകുന്ന നമ്മൾ കണ്ടു. കാരണം ഈ യഥാർത്ഥത്തിൽ നമ്മൾ കാണേണ്ടത് ഈ കോടതി വിധിയുടെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ചില ആളുകളുണ്ടല്ലോ. അതായത് ഈ കോടതി വിധിക്ക് വേണ്ടി പോയിട്ടുള്ള 5 അംഗ സംഘത്തിലെ 2 പേര് പ്രേരണകുമാരിയും ഭക്തിപ്രതിഷ്ഠിത സെറ്റിയുമാണ്. അവര് രണ്ടും പ്രമുഖരായ RSSന്റെ വനിതാ വിംഗ് ദുർഗാ വാഹിനിയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ്. നമ്മൾക്ക് അത് കാണാതിരുന്നുകൂടാ. മറ്റു സംസ്ഥാനങ്ങളിൽ അവർക്ക് സ്വാധീനമുള്ള സംസ്ഥാനങ്ങളിൽ ഇപ്പൊ അതിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ശനി ശിക്താപൂർ ക്ഷേത്രം മതി. 400 വർഷമായി കയറാതിരുന്ന ഒരു ക്ഷേത്രത്തില് സ്ത്രീകൾ പ്രവേശിക്കാമെന്ന് ഹൈക്കോടതിയുടെ വിധി വന്നിട്ട് ആ വിധിക്കെതിരെ ഗവൺമെന്റ് അപ്പീൽ പോയില്ല. അവിടെ പ്രൊട്ടക്ഷൻ കൊടുത്തു. സ്ത്രീകൾ അവിടെ കയറി ഇപ്പോൾ അവരെല്ലാ ദിവസവും ഭക്തരായിട്ടുള്ള സ്ത്രീകള് ശനി ഭഗവാന് പാലഭിഷേകം നടത്തുന്നു. യെസ്, എന്തായാലും വളരെ വ്യക്തമാണ്. CS സുജാത ഈ അവസരത്തിൽ പ്രതികരിച്ചതിന് വളരെ നന്ദി. നിർണായകമായ സംഭവങ്ങളാണ് സുപ്രീം കോടതിയിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഉണ്ടായത്. സുരക്ഷ ആവശ്യപ്പെട്ട് ഹർജി നൽകിയ ബിന്ദുവിനും കനകദുർഗയ്ക്കും നിലവിലെ സുരക്ഷ തുടരാൻ, സർക്കാർ നൽകുന്ന സുരക്ഷ തുടരാൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഉത്തരവിട്ടിരിക്കുന്നു. ഒപ്പം തന്നെ ശബരിമലയിൽ 51 യുവതികൾ ഓൺലൈൻ വഴി ബുക്ക് ചെയ്തവർ ദർശനം നടത്തിയതായി സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചിരിക്കുന്നു. ദൃശ്യങ്ങളടക്കമുള്ള ഇവരുടെ പട്ടികയും സർക്കാർ സുപ്രീം കോടതിയിൽ നൽകിയിരിക്കുന്നു. ഏറ്റവും പുതിയ വിവരങ്ങളാണ് ദില്ലിയിൽ നിന്ന് ഹരീഷ് അടക്കമുള്ളവർ റിപ്പോർട്ട് ചെയ്തതും അതിന്റെ വിശകലനങ്ങളുമാണ് കേട്ടത്. ഈ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.